വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. ഇമ്പമേറിയ നിന്റെ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കേണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ വീങ്ങിടുവാനായി മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും കർത്തൃദാസന്മാർക്കും നാനാ സഭാവിഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. കൺവെൻഷൻ സമയത്ത് ഓർപ്പിച്ചതുപോലെ ഈ മാസം മുതൽ 5 ഞായറാഴ്ചയുള്ളപ്പോൾ 5ാമത്തെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ പകൽ സമയത്ത് ഇവിടെ യോഗമുണ്ടായിരിക്കും. എല്ലാവർക്കും വേണ്ടിയുള്ള യോഗം, പൊതുവായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം വേണ്ടിയുള്ള യോഗം ഈ മെയ് മാസം 5ാമത്തെ ഞായറാഴ്ച ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓർപ്പിക്കുകയുണ്ടായി, ബഹുമാനപ്പെട്ട CM മാത്യു സാർ ഓർപ്പിക്കുകയുണ്ടായി, നമുക്കൊരു കാത്തിരിപ്പ് യോഗം നടത്തണമെന്നും. തീർച്ചയായിട്ടും അത്യാവശ്യമാണ് ഒരു കാത്തിരിപ്പ് യോഗം. നമ്മളിങ്ങനെ ഓടിയത് കൊണ്ടായില്ല. ഇടയ്ക്കിരുന്നൊന്ന് ചിന്തിക്കണം, ഞാൻ പോകേണ്ട പാതയിൽ തന്നെയാണോ? ഞാൻ നടക്കേണ്ടുന്ന വഴിയിലാണോ? എൻ്റെ സ്വഭാവം ദൈവം പ്രസാദിക്കുന്നതാണോ? ഇതെല്ലാം ഒന്ന് ചിന്തിക്കുവാനും വഴി മാറ്റേണ്ടവർക്ക് മാറ്റുവാനും ജീവിതത്തിലൊരു പുനഃപ്രതിഷ്ഠയ്ക്കും എല്ലാമുള്ള ഒരു സമയം ഉണ്ടായേ പറ്റുകയുള്ളൂ. ജൂൺ മാസത്തിൽ അതിൻ്റെ അവസാനം ഒരു ദിവസം അതിനുവേണ്ടി ക്രമീകരിക്കാം എന്ന് നാം കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. അതിൻ്റെ വിശദ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നീട് അറിയിച്ചുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊരു സഭ മാറ്റുന്ന കൂട്ടായ്മയല്ല. സഭ മാറ്റലല്ല നമ്മുടെ ആവശ്യം. ഇതൊരു പണം പിരിവ് നടത്തി സംഘടനയുണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയല്ല. ഇത് യേശുവിനെ പിൻപറ്റുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. യേശുവിനെ പിൻപറ്റുക, അവൻ്റെ പിന്നാലെ പോകുക, അവനെ മാത്രം നോക്കി പോകുക, മറ്റൊന്നും നോക്കാതെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ യേശുവിനെ മാത്രം നോക്കി പോകുന്ന ഒരു കൂട്ടായ്മയാണ് കാൽവരി പ്രയർ ഫെലോഷിപ്പ്. ദൈവമക്കളെ, അങ്ങനെയുള്ളതായ ആളുകളാണ് ഇവിടെ വരുന്നത്. വരുമ്പോൾ അങ്ങനെയുള്ള താല്പര്യമോ ദാഹമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ദൈവാത്മാവ് പകർന്നു കൊടുക്കുന്നത്
യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ളതായ ഒരു സമർപ്പണമാണ്, ഒരു ദാഹമാണ്. അനേകർ ആ ദൈവവിളി ഏറ്റെടുത്തിട്ടുണ്ട്. അനേകർ ആ ദൈവവിളി ഏറ്റെടുക്കാതെ ഇവിടെ പിന്നെയും വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേകർ വരുന്നുണ്ടെങ്കിലും എല്ലാവരും ആ സമർപ്പണത്തോടെയല്ല വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവവിളി ഏറ്റെടുത്തിട്ടുണ്ടോ? യേശുവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതിനൊരു പാട്ടുണ്ട്, നമ്മുടെ പാട്ടുകാരത് പാടും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഞാൻ തീരുമാനിച്ചു. അത് ഊണിലും ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും ദൈവം പ്രസാദിക്കാത്ത ഒരു വാക്കോ പെരുമാറ്റമോ ഒരു മനോഭാവമോ എൻ്റെ ഉള്ളിൽ നിന്ന് വരികയില്ല എന്ന് നിശ്ചയമുള്ളവരാണ് ഇവിടെ വന്ന് വളർച്ച പ്രാപിക്കുന്നവർ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. അവർ വളർന്നു വരുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊരു കാര്യം ഓർത്തോളണം കേട്ടോ, ഇനി മുതൽ ബൈബിൾ വേഴ്സ് പഠിക്കാൻ പറയുമ്പോൾ ശരിയായിട്ട് ബൈഹാർട്ട് പഠിക്കണം. പഠിച്ചവർ മാത്രമേ എഴുന്നേൽക്കാവുള്ളൂ, പഠിക്കാത്തവർ എഴുന്നേൽക്കരുത്. ശരിയായിട്ട് പഠിച്ചവർ എഴുന്നേറ്റ് വേഗത്തിൽ അത് പറയണം. പഠിക്കാത്തവർ എഴുന്നേറ്റ് കഴിയുമ്പോൾ മറ്റനേകരുടെ സമയം നഷ്ടപ്പെട്ടു പോകും. അവർ അടുത്ത ആഴ്ച പഠിച്ചിട്ട് വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, പഠിച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾ വരാനായിട്ട്. അതുപോലെ ഇവിടെ കടന്നു വരുന്നവർ ശരിയായ സമർപ്പണം എനിക്കുണ്ടോ? ശരിയായി ഞാനൊരു തീരുമാനമുണ്ടോ? ഞാൻ ദൈവരാജ്യത്തിലെത്തണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രിയപ്പെട്ടവരെ, മുഖപക്ഷമില്ലാത്ത ഒരു ദൈവത്തെയാണ് നാം നേരെ കാണാൻ പോകുന്നത്. നാം ഇവിടെ മരിച്ച് ഇല്ലാതായി പോകുന്നവരുടെ ഒരു കൂട്ടത്തിലല്ല. നാം ഒരു ന്യായവിധിയെ, മുഖപക്ഷമില്ലാത്തൊരു ന്യായവിധിയെ നേരിടാൻ പോകുന്ന കൂട്ടമാണെന്ന് ഓർത്തുകൊണ്ട് വേണം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ സംസാരവും നമ്മുടെ ഓരോ മനോഭാവവും എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചവർക്ക് പാട്ടുകാരോട് ചേർന്ന് ആ പാട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്നാത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കില്ലൽപ്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കില്ലൽപ്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കില്ലൽപ്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പാട്ട് കൂടെ ഉണ്ട്. അതിനകത്തൊരു ചോദ്യമുണ്ട് ഇംഗ്ലീഷ് പാട്ടിൽ. വിൽ യു ഡിസൈഡ് നൗ ടു ഫോളോ ജീസസ്? എന്ന ഇംഗ്ലീഷ് പാട്ട് നമുക്ക് അധികം പേർക്ക് മനസ്സിലാകും അതൊക്കെ. വിൽ യു ഡിസൈഡ് നൗ ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. ആ വരി കൂടെ നമുക്കൊന്ന് ചേർന്ന് പാടാം. I have decided to follow Jesus. I have decided to follow Jesus. I have decided
birthday